വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ 19 വയസ്സ് മുതൽ രാത്രി സമയങ്ങളിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരാളാണ്. എത്രയോ വർഷം ഇപ്പോഴും യാത്രകളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെപ്പോലെയുള്ള എത്രയോ പെൺകുട്ടികൾ ഓരോ ദിവസവും രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ ട്രെയിനുകളിൽ കയറി യാത്ര ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ആകെ വിശ്വസിക്കാനുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലാണ്. ആ യാത്രയിൽ സുരക്ഷിതയായിരിക്കും എന്ന് ഉറപ്പ് നൽകേണ്ടത് നമ്മുടെ സർക്കാരാണ്, അധികൃതരാണ്. പക്ഷേ ആ ഉറപ്പിന് വലിയ വിലയൊന്നുമില്ല, ഇത്രയും കാലം കിട്ടിയ ഉറപ്പുകൾക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ വർക്കലയിൽ ഉണ്ടായിട്ടുള്ള സംഭവം. കേരള എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ടു മുൻപ് ഉണ്ടായ ഈ അതിക്രമം നമ്മുടെ ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെക്കുന്നുണ്ട്. എന്ത് വിശ്വസിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യും എന്ന ചോദ്യത്തിന് സർക്കാരും അധികൃതരും തന്നെ ഉത്തരം പറയേണ്ടി വരും. ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സർക്കാരും റെയിൽവേയും ഉത്തരം പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. റെയിൽവേയെ വിശ്വസിച്ച് ട്രെയിനിൽ കയറിയ ഒരു പെൺകുട്ടിയെ ഒരു അക്രമി തള്ളി താഴെ ഇടുന്നുണ്ടെങ്കിൽ അതിന് റെയിൽവേ സംവിധാനങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം തിരിച്ചിറക്കുമ്പോൾ ഇയാളോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയിൽ തന്നെ വ്യക്തമാണ്, ബന്ധമില്ലാതെ, പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങളാണ് ഇയാൾ നൽകുന്നത്. എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ ആക്രമിച്ചെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന താങ്കൾ ആക്രമിച്ച രണ്ടാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടി ആരറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കൾ അല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നത്. താങ്കൾ എന്തിനാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്? നമ്പർ താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന താങ്കൾ ആക്രമിച്ച രണ്ടാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടി ആരറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കൾ അല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നത്. താങ്കൾ എന്തിനാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്? നമ്പർ താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ താങ്കൾ മദ്യപിച്ച് ആക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന താങ്കൾ ആക്രമിച്ച രണ്ടാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് ചവിട്ടി ആരറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു ബംഗാളിയുമല്ല, ഇയാൾ തന്നെയാണെന്ന് ആ കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പറയുന്നുണ്ട്. ജീവന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മല്ലിടുകയാണ്. അവൾക്ക് ഒന്നും പറ്റാതെ സുരക്ഷിതയായി ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ റെയിൽവേ സംവിധാനങ്ങൾ മുഴുവൻ ഉത്തരം പറയണം. ആ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങാൻ വന്ന കുട്ടിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായത് എങ്ങനെയെന്ന്, അത് തടയാൻ സംവിധാനങ്ങൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടെന്ന് മറുപടി പറയേണ്ടി വരിക നമ്മുടെ റെയിൽവേയും അധികൃതരും സർക്കാരും ഒക്കെ തന്നെയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നും വരും. ആ വാർത്തകളിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങിയെത്താം.